സംസ്ഥാനത്ത് 5 ദിവസം കൂടി ശക്തമായ മഴ തുടരും. ഇത് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സുലേഖ ശശികുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുലേഖ, നേരത്തെ ഉണ്ടായിരുന്ന അറിയിപ്പുകൾ അനുസരിച്ച് ഇന്നും നാളെയും ശക്തമായ മഴ കേരളത്തിൽ ഉണ്ടാകില്ല എന്നതായിരുന്നു. പക്ഷേ ആ മുന്നറിയിപ്പ് ഇപ്പോൾ തിരുത്തി വന്നിരിക്കുന്നു. ഏതൊക്കെ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്? കാവ്യ, എന്തായാലും നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഇന്നും നാളെയും ഒരു ജില്ലയിലും പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിലവിൽ ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മഴ മുന്നറിയിപ്പ് പ്രകാരം 3 ജില്ലകളിൽ ഇന്നും നാളെയും മഴ മുന്നറിയിപ്പുണ്ട്. യെല്ലോ അലേർട്ടാണ് 3 ജില്ലകളിലും നൽകുന്നുള്ളത് എന്നതാണ്. പത്തനംതിട്ട, ഒപ്പം ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് ഇന്നും നാളെയുമായി യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അത് തെക്കൻ കേരള തീരത്തിനോട് സമീപത്ത് സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി അതിന്റെ തീവ്രത കുറഞ്ഞ സാഹചര്യത്തിൽ മഴയിൽ സംസ്ഥാനത്ത് നിന്ന് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പ്. പക്ഷേ ഇപ്പോൾ 1 മണിയോട് വന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം 3 ജില്ലകളിലാണ് ഇന്നും നാളെയും യെല്ലോ അലേർട്ട് തുടരുന്നത്. അതിനൊപ്പം തന്നെ 29-ാം തീയതി മുതൽ 31-ാം തീയതി വരെ മറ്റ് ജില്ലകളിലും യെല്ലോ അലേർട്ട് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ തന്നെയും സംസ്ഥാനത്ത് മഴ തുടരുന്നൊരു സാഹചര്യം എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഉയർന്ന തീരമാല ജാഗ്രതാ നിർദ്ദേശം അത് തെക്കൻ തമിഴ്നാട് തീരത്തും ഒപ്പം കേരള തീരത്തും നിലനിൽക്കുന്നുണ്ട്. ഒപ്പം കടലാക്രമണ സാധ്യത കൂടി കേന്ദ്ര സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകുന്ന ഒരു മുന്നറിയിപ്പ് ഇതിനൊപ്പം നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേരള തീരത്തിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വിലക്ക് ഉണ്ടാകുമെന്നാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത്. മഴ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നതനുസരിച്ച് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.